അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6 ഫിഖ്ഹുൽ ഇസ്ലാമിലെ 15ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 6 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അൽ വഹദത്തുൽ ഖാമിസത്ത് അഷർ 15ാമത്തെ പാഠം. ളാക ശൈത്താനു യുഖാലു ലഹു ഖിൻസിബ്. ആദ്യത്തെ പാരഗ്രാഫ് നോക്കൂ. ഷൈത്താൻ എൻ്റെ നിസ്കാരത്തിന് തടസ്സം വരുത്തുന്നു, എൻ്റെ ഖിറാഅത്തിൽ വസ്വാസുണ്ടാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉസ്മാൻ ബിൻ അബ്ദുൽ ആസ് റളിയല്ലാഹു അൻഹു പരാതി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് ഖിൻസിബ് എന്ന ഷൈത്താനാണ്. അപ്രകാരം വസ്വാസുണ്ടായാൽ അഊദു ചൊല്ലുകയും ഇടതുഭാഗത്തേക്ക് 3 തവണ തുപ്പുകയും ചെയ്യുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അപ്രകാരം ചെയ്തപ്പോൾ എൻ്റെ വസ്വാസ് മാറിപ്പോയി. നിസ്കാരത്തിൽ ഷൈത്താൻ പല രീതിയിൽ വസ്വാസുണ്ടാക്കും. നിസ്കാരത്തിൻ്റെ അമലുകളിൽ സംശയമുണ്ടാക്കും. ഫാത്തിഹ ഓതിയോ എന്ന് ഖിയാമിൽ സംശയിച്ചാൽ ഫാത്തിഹ ഓതിയതിനു ശേഷം മാത്രമേ റുകൂയിലേക്ക് പോകാവൂ. ഇമാമും മഅ്മൂമും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനും ഇപ്രകാരമാണ് ചെയ്യേണ്ടത്. റുകൂയിലോ മറ്റു റുക്കുനുകളിലോ എത്തിയതിനു ശേഷം ഫാത്തിഹ ഓതിയോ എന്ന് സംശയിച്ചാൽ ഇമാമും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനും ഖിയാമിലേക്ക് തിരിച്ചു വരികയും ഫാത്തിഹ ഓതുകയും വേണം. ശേഷം റുക്കൂ ചെയ്ത് തർത്തീബോടെ മറ്റു റുക്കുനുകൾ ചെയ്യണം. അടുത്ത റക്അത്തിലെ ഖിയാമിലോ ശേഷമോ ആണ് സംശയിച്ചതെങ്കിൽ കഴിഞ്ഞു പോയ റക്അത്ത് പരിഗണനീയമല്ല. അതിനാൽ ഒരു റക്അത്ത് കൂടുതൽ നിസ്കരിക്കണം. ഇമാമിൻ്റെ സലാമിന് ശേഷം മഅ്മൂം ഒരു റക്അത്ത് നിസ്കരിക്കുകയാണ് വേണ്ടത്. ഇമാം ഫാത്തിഹ ഓതാൻ മടങ്ങിയാൽ മഅ്മൂം ഇമാമിനെ കാത്തു നിൽക്കണം. എന്നാൽ ഫാത്തിഹ കഴിഞ്ഞതിനു ശേഷം അതിലെ ഏതെങ്കിലും ആയത്ത് ഓതിയോ എന്ന് സംശയിച്ചാൽ കുഴപ്പമില്ല. ഫാത്തിഹ ഓതുമ്പോഴാണ് സംശയിച്ചതെങ്കിൽ സംശയിച്ച ആയത്ത് ഓതുകയും തുടർന്ന് തർത്തീബ് അനുസരിച്ച് ഫാത്തിഹ ഓതി തീർക്കുകയും വേണം. നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, സലാം എന്നിവയല്ലാത്ത മറ്റു റുക്നുകൾക്കും ഫാത്തിഹയുടെ അതേ വിധിയാണ്. എന്നാൽ പ്രസ്തുത റുക്നുകളോ നിസ്കാരത്തിൻ്റെ ഷർത്തുകളോ ഭംഗം വരുത്തിയോ എന്ന് സലാമിന് ശേഷം സംശയിച്ചാൽ അതിന് കുഴപ്പമില്ല. നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം എന്നീ റുക്നുകൾ ചെയ്തോ എന്ന് സംശയിക്കുകയും ഓർമ്മ വരാതിരിക്കുകയും ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. അവയിൽ സംശയിച്ചുകൊണ്ട് ഏതെങ്കിലും റുക്കുന് ചെയ്താലും അവ ചെയ്തോ എന്ന് സലാം ചൊല്ലിയതിനു ശേഷം സംശയിച്ചാലും അതേ വിധിയാണ്. സലാം ചൊല്ലിയോ എന്ന് സംശയിച്ചാൽ നിസ്കാരം ബാത്തിലാകുന്ന ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ സലാം ചൊല്ലി വിരമിക്കേണ്ടതാണ്. എന്നാൽ നിസ്കാരം ബാത്തിലാകുന്ന വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നിസ്കരിക്കണം. സലാം ചൊല്ലിയ ഉടനെ ഫാത്തിഹ ഓതിയിട്ടില്ലെന്ന് ഓർമ്മ വന്നു. എന്നാൽ നിസ്കാരം ശരിയാകുമോ? ഇല്ല. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഉടനെ എഴുന്നേറ്റ് നിൽക്കുകയും ഒരു റക്അത്ത് കൂടി നിസ്കരിച്ച് സലാം ചൊല്ലി വിരമിക്കണം. നിസ്കാരം ബാത്തിലാകുന്ന കാര്യമുണ്ടായാൽ വീണ്ടും നിസ്കരിക്കണം. ഇമാമോ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനോ അബ്ആദ് സുന്നത്ത് ഒഴിവാക്കുകയും മനഃപൂർവ്വം അതിലേക്ക് തിരിച്ചു പോവുകയും ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. ചെയ്യാൻ മറന്നതാണെങ്കിൽ ഫർളുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് ഓർമ്മ വന്നാൽ അതിലേക്ക് തിരിച്ചു പോകൽ സുന്നത്താണ്. ഫർളുമായി ബന്ധപ്പെട്ടതിന് ശേഷം തിരിച്ചു പോയാൽ നിസ്കാരം ബാത്തിലാകും. മഅ്മൂം അബ്ആദ് സുന്നത്ത് മനഃപൂർവ്വം ഒഴിവാക്കിയാൽ ഇമാമിനോട് ചേരുന്നതിന് വേണ്ടി അതിലേക്ക് തിരിച്ചു പോകലാണ് ഉത്തമം. ചെയ്യാൻ മറന്നതാണെങ്കിൽ ഇമാമിനോട് ചേരാൻ അതിലേക്ക് തിരിച്ചു പോകൽ നിർബന്ധവുമാണ്. ഈ പാഠം കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? നമുക്കിനി ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം നുജീബ്. അതിൽ 1ാമത്തെ ചോദ്യം, റുക്കൂഇൽ എത്തിയ ശേഷം ഫാത്തിഹ ഓതിയോ എന്ന് സംശയിച്ചാൽ ഇമാം എന്ത് ചെയ്യണം? ഉത്തരം, ഇമാം ഫാത്തിഹ ഓതിയതിനു ശേഷം മാത്രമേ റുക്കൂഇലേക്ക് പോകാവൂ. 2. ഒരു റക്അത്തിലെ ഖിയാമിൽ തൊട്ടു മുമ്പുള്ള റക്അത്തിൽ ഫാത്തിഹ ഓതിയോ എന്ന് സംശയിച്ചാൽ എന്ത് ചെയ്യണം? ഉത്തരം, കഴിഞ്ഞു പോയ റക്അത്ത് പരിഗണനീയമല്ല. അതിനാൽ ഒരു റക്അത്ത് കൂടുതൽ നിസ്കരിക്കണം. 3. മഅ്മൂം അബ്ആദ് സുന്നത്ത് മനഃപൂർവ്വം ഒഴിവാക്കിയാൽ എന്ത് ചെയ്യണം? ഉത്തരം,
ഇമാമിനോട് ചേരുന്നതിനു വേണ്ടി അതിലേക്ക് തിരിച്ചു പോകലാണ് ഉത്തമം. 4. മൗമും അബാൽ സുന്നത്ത് മറന്നു ഒഴിവാക്കിയാൽ എന്ത് ചെയ്യണം? ഉത്തരം: ഇമാമിനോട് ചേരാൻ അതിലേക്ക് തിരിച്ചു പോകൽ നിർബന്ധമാണ്. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം മക്തുബ് ഫിക്ര പാരഗ്രാഫ് തയ്യാറാക്കാനുള്ളതാണ്. ഉസ്മാൻ ബിൻ അബ്ദുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വസ്വാസ് മാറിയ സംഭവം. ഷൈത്താൻ എൻ്റെ നിസ്കാരത്തിന് തടസ്സം വരുത്തുന്നു, എൻ്റെ ഖിറാഅത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉസ്മാൻ ബിൻ അബ്ദുൽ ആസ് റളിയല്ലാഹു അൻഹു പരാതി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിനോട് പറഞ്ഞു, അത് ഖിൻസിബ് എന്ന ഷൈത്താനാണ്. അപ്രകാരം വസ്വാസ് ഉണ്ടായാൽ അഊദു ചൊല്ലുകയും ഇടത് ഭാഗത്തേക്ക് 3 തവണ തുപ്പുകയും ചെയ്യുക. അദ്ദേഹം ഇപ്രകാരം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്വാസ് മാറിപ്പോവുകയും ചെയ്തു. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം തഖ്സീസ്. അതിൽ ഒന്നാമത്തത് പാഠഭാഗത്ത് പറഞ്ഞ ഓരോ മസ്അലകളും ക്ലാസ് റൂമിൽ ചർച്ച നടത്തുക. അപ്പം നോക്കൂ ചർച്ചയ്ക്കുള്ള മസ്അലകൾ. 1. ഫാത്തിഹ ഓതിയോ എന്ന് ഇമാം ഖിയാമിൽ സംശയിച്ചു എങ്കിൽ റുക്കൂയിലേക്ക് പോകാമോ? ഉത്തരം: പറ്റില്ല. ഫാത്തിഹ ഓതിയതിനു ശേഷം മാത്രമേ റുക്കൂയിലേക്ക് പോകാവൂ. 2. മൗമൂം ഫാത്തിഹ ഓതിയോ എന്ന് ഖിയാമിൽ സംശയിച്ചു എങ്കിൽ റുക്കൂയിലേക്ക് പോകാമോ? ഉത്തരം: പറ്റില്ല. ഫാത്തിഹ ഓതിയതിനു ശേഷം മാത്രമേ റുക്കൂയിലേക്ക് പോകാവൂ. 3. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവൻ ഫാത്തിഹ ഓതിയോ എന്ന് ഖിയാമിൽ സംശയിച്ചു എങ്കിൽ റുക്കൂയിലേക്ക് പോകാൻ പറ്റുമോ? ഉത്തരം: പറ്റുകയില്ല. ഫാത്തിഹ ഓതിയതിനു ശേഷം മാത്രമേ റുക്കൂയിലേക്ക് പോകാവൂ. 4. റുക്കൂയിലോ മറ്റു റുക്കുനുകളിലോ എത്തിയതിനു ശേഷം ഫാത്തിഹ ഓതിയോ എന്ന് ഇമാം സംശയിച്ചു എങ്കിൽ നിസ്കാരം തുടരാമോ? ഉത്തരം: പറ്റില്ല. ഇമാം ഖിയാമിലേക്ക് തിരിച്ചു വരികയും ഫാത്തിഹ ഓതുകയും ചെയ്യുക. ശേഷം റുക്കൂ ചെയ്ത് തർത്തീബോടെ മറ്റു റുക്കുനുകൾ ചെയ്യുകയും ചെയ്യുക. 5. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവൻ റുക്കൂയിലോ മറ്റു റുക്കുനുകളിലോ എത്തിയതിനു ശേഷം ഫാത്തിഹ ഓതിയോ എന്ന് സംശയിച്ചു എങ്കിൽ നിസ്കാരം തുടരാമോ? ഉത്തരം: പറ്റില്ല. അവൻ ഖിയാമിലേക്ക് തിരിച്ചു വരികയും ഫാത്തിഹ ഓതുകയും ചെയ്യുക. ശേഷം റുക്കൂ ചെയ്യുകയും തർത്തീബോടെ മറ്റു റുക്കുനുകൾ നിർവഹിക്കുകയും ചെയ്യുക. 6. അടുത്ത റക്അത്തിലെ ഖിയാമിലോ ശേഷമോ ഫാത്തിഹ ഓതിയതിൽ സംശയിച്ചാൽ കഴിഞ്ഞുപോയ റക്അത്ത് പരിഗണനീയമാണോ? ഉത്തരം: കഴിഞ്ഞുപോയ റക്അത്ത് പരിഗണനീയമല്ല. അതിനാൽ ഒരു റക്അത്ത് കൂടുതൽ നിസ്കരിക്കുക. 7. ഇമാം ഫാത്തിഹ ഓതാൻ മടങ്ങിയാൽ മൗമൂം നിസ്കാരം തുടരാമോ? ഉത്തരം: തുടരാതെ മൗമൂം ഇമാമിനെ കാത്തു നിൽക്കുകയാണ് വേണ്ടത്. 8. ഫാത്തിഹ കഴിഞ്ഞതിനു ശേഷം അതിലെ ഏതെങ്കിലും ആയത്ത് ഓതിയോ എന്ന് സംശയിച്ചാൽ ഫാത്തിഹ വീണ്ടും ഓതണമോ? ഉത്തരം: ഫാത്തിഹ ഓതിക്കഴിഞ്ഞതിനു ശേഷമാണ് സംശയിച്ചതെങ്കിൽ ഫാത്തിഹ വീണ്ടും ഓതേണ്ടതില്ല. 9. ഫാത്തിഹ ഓതുമ്പോൾ അതിലെ ഏതെങ്കിലും ആയത്ത് ഓതിയോ എന്ന് സംശയിച്ചുകൊണ്ട് ഫാത്തിഹ തുടരാമോ? ഉത്തരം: തുടരാതെ സംശയിച്ച ആയത്ത് ഓതുകയും തുടർന്ന് തർത്തീബനുസരിച്ച് ഫാത്തിഹ ഓതിത്തീർക്കുകയും ചെയ്യുക. 10. മറ്റു റുക്നുകളിലും ഫാത്തിഹയുടെ അതേ വിധിയാണോ പാലിക്കേണ്ടത്? ഉത്തരം: അതെ. നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, സലാം എന്നിവയിലല്ലാതെ മറ്റു റുക്നുകളിലും ഫാത്തിഹയുടെ അതേ വിധിയാണ് പാലിക്കേണ്ടത്. എന്നാൽ പ്രസ്തുത റുക്നുകളോ നിസ്കാരത്തിൻ്റെ ഷർത്തുകളോ ഭംഗം വരുത്തിയോ എന്ന് സലാമിന് ശേഷമാണ് സംശയിച്ചതെങ്കിൽ കുഴപ്പമില്ല. 11. നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം എന്നീ റുക്നുകൾ ചെയ്തോ എന്ന് സംശയിക്കുകയും ഓർമ്മ വരാതിരിക്കുകയും ചെയ്താൽ നിസ്കാരം ബാത്തിലാകുമോ? ഉത്തരം: അതെ, നിസ്കാരം ബാത്തിലാകും. 12. നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം എന്നിവയിൽ സംശയിച്ചുകൊണ്ട് മറ്റു റുക്നുകൾ ചെയ്താൽ നിസ്കാരം സ്വഹീഹാവുമോ? ഉത്തരം: ഇല്ല, നിസ്കാരം ബാത്തിലാകും. 13. നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം എന്നിവയിൽ ചെയ്തോ എന്ന് സലാമിന് ശേഷമാണ് സംശയിച്ചതെങ്കിൽ നിസ്കാരം സ്വഹീഹാവുമോ? ഉത്തരം: ഇല്ല, നിസ്കാരം ബാത്തിലാണ്. 14. സലാം ചൊല്ലിയോ എന്ന് സംശയിച്ചാൽ നിസ്കാരം ബാത്തിലാകുമോ? ഉത്തരം: നിസ്കാരം ബാത്തിലാകുന്ന ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ സലാം ചൊല്ലി വിരമിക്കുക. നിസ്കാരം ബാത്തിലാകുന്ന വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നിസ്കരിക്കുക. 15. സലാം ചൊല്ലിയ ഉടനെ ഫാത്തിഹ ഓതിയിട്ടില്ലെന്ന് ഓർമ്മ വന്നു, എന്നാൽ നിസ്കാരം ശരിയാകുമോ? ഉത്തരം: ഇല്ല, നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഉടനെ എഴുന്നേറ്റ് നിൽക്കുകയും ഒരു റക്അത്ത് കൂടി നിസ്കരിച്ച് സലാം ചൊല്ലി വിരമിക്കുകയും ചെയ്യുക.
നിസ്കാരം ബാത്തിലാകുന്ന കാര്യമുണ്ടായാൽ വീണ്ടും നിസ്കരിക്കുക. 16. ഇമാമോ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനോ ബഅദ് സുന്നത്ത് ഒഴിവാക്കുകയും മനഃപൂർവ്വം അതിലേക്ക് തിരിച്ചു പോവുകയും ചെയ്താൽ നിസ്കാരം ശരിയാവുമോ? ഉത്തരം ഇല്ല, നിസ്കാരം ബാത്തിലാകും. ചെയ്യാൻ മറന്നതാണെങ്കിൽ ഫർളുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് ഓർമ്മ വന്നാൽ അതിലേക്ക് തിരിച്ചു പോകൽ സുന്നത്താണ്. എന്നാൽ ഫർളുമായി ബന്ധപ്പെട്ടതിന് ശേഷം തിരിച്ചു പോയാൽ നിസ്കാരം ബാത്തിലാകും. 17. മോമും ബഅദ് സുന്നത്ത് മനഃപൂർവ്വം ഒഴിവാക്കിയാൽ ഇമാമിനോട് ചേർന്നതിന് വേണ്ടി അതിലേക്ക് തിരിച്ചു പോകാമോ? ഉത്തരം പോകാം. അങ്ങനെ ചെയ്യലാണ് ഉത്തമം. 18. മോമും ബഅദ് സുന്നത്ത് ചെയ്യാൻ മറന്നതാണെങ്കിൽ ഇമാമിനോട് ചേരാൻ അതിലേക്ക് തിരിച്ചു പോകാമോ? ഉത്തരം അതെ, തിരിച്ചു പോകണം. അങ്ങനെ ചെയ്യൽ നിർബന്ധമാണ്. ഇതോടെ ഈ പാഠത്തിന്റെ തദ്രീബാത്ത് കഴിഞ്ഞു. കൂട്ടുകാർക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.